കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നേ. ഈ വീഡിയോയ്ക്കകത്ത് സെക്സ് ടോയ്സിനെ കുറിച്ചാണ് കാണിച്ചത്. സെക്സ് ടോയ്സ് എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ഈ ഭാര്യയ്ക്ക് വേണ്ട സംതൃപ്തി ഭർത്താവിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഈ സെക്സ് ടോയ് ഒക്കെ ഉപയോഗിച്ച് സംതൃപ്തി അടയാം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ശരിക്കും എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇത് വലിയൊരു മാർക്കറ്റിംഗ് ആണെന്ന് പിടികിട്ടി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് സെക്സ് ടോയ്സ് വിറ്റഴിഞ്ഞ് കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ കമ്പനിക്കാർക്ക് കോടാനുകോടി ലാഭവും കിട്ടിക്കാണും. അല്ലാതെ ഇതൊന്നും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഒന്നും ഉള്ളതല്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം ഇത് വിദേശ രാജ്യങ്ങളിൽ മാർക്കറ്റുകളിലൊക്കെ സാധാരണ പ്രോഡക്ട്സ് വിറ്റഴിക്കണത് ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ എല്ലാ ഷോപ്പിലും കാണും. ഇത് അവിടുത്തെ കൾച്ചറിനെ ഇതൊക്കെ ആപ്റ്റായി വരാം. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൻകിട ബിസിനസ്സാണ് നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ കമ്പനിക്കാർ കോടാനുകോടി ലാഭം കൊയ്തെടുക്കുന്നുണ്ട് താനും. അതുകൊണ്ട് ഇങ്ങനത്തെ ചതിക്കുഴികളിലൊന്നും നമ്മൾ പോയി വീഴാതിരിക്കുക. നമ്മൾ നോക്കിക്കേ, പണ്ടുള്ള ആൾക്കാർ ഇവിടെ സുഖകരമായിട്ട് ജീവിച്ചു. അവർക്ക് 8ഉം 10ഉം കുട്ടികൾ വരെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ സെക്സ് ടോയ്സ് ഉപയോഗിച്ചാണോ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? ഒരിക്കലുമല്ല. ഇപ്പം നമുക്ക് സെക്സിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കൂടുതൽ കൊടുക്കുന്നു. എവിടെ നോക്കിയാലും സെക്സിൻ്റെ പാഠങ്ങളൊക്കെ ഉള്ളൂ. അതുപോലെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് കൊടുക്കുമ്പോൾ ഓരോ ദിവസവും പീഡനങ്ങൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായ അപ്പൂപ്പന്മാർ വരെ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നടന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഉള്ള കുട്ടികളെല്ലാം തന്നെ മിക്കവരും ലിവിങ് ടുഗദറും അങ്ങനെയൊക്കെ ഒരു കൾച്ചറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റേൺ കൾച്ചർ നമ്മളിവിടെ ഫോളോ ചെയ്ത് വരികയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ സെക്സ് ടോയ്സിൻ്റെ കുറവും കൂടെ ഒക്കെ ഉള്ളൂ. അതോടുകൂടി എല്ലാം അങ്ങ് കഴിയും. ഇതൊന്നുമല്ല ഇവിടുത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വെസ്റ്റേൺ കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫാമിലി ലൈഫിന് യാതൊരു വാല്യൂ ഇല്ല. ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും അവർക്ക് 10 ദിവസമോ 20 ദിവസമോ കഴിഞ്ഞ് ഇഷ്ടമില്ലെങ്കിൽ അവർക്കൊരു കോഫിയും കുടിച്ച് അവിടെ പിരിഞ്ഞു പോയി അടുത്തയാളെ തേടാം. അവിടെ ഒരു പുരുഷന് വേറൊരു സ്ത്രീയെ പെട്ടെന്ന് കണ്ടെടുക്കാൻ പറ്റും. പ്രായ വ്യത്യാസം നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. അവർ ചുമ്മാ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അതുപോലെ കുട്ടികളെ സംബന്ധിച്ചാന്ന് പറഞ്ഞാലും അവിടെ വളർന്നു കഴിയുമ്പോൾ 9ഉം 10ഉം വയസ്സ് കഴിയുമ്പം തന്നെ അവർക്ക് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒക്കെ കാണും. അവർ ചിലപ്പോൾ ഒരു മാസം ഒരു ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുപോകും. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അടുത്തയാളെ തേടും. അത് അവിടുത്തെ പതിവാണ്. പക്ഷേ നമ്മുടെ ഇവിടെ അത് നടക്കത്തില്ല. നമ്മുടെ ഇവിടെ ഈ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞൊരു കൾച്ചർ ഉള്ളത് കൊണ്ട് കുട്ടികൾ വളർന്ന് നല്ല രീതിയിൽ ജീവിക്കണമെന്നും പേരൻസിനെ നോക്കണം എന്നൊക്കെ ഒരു കൾച്ചറല്ലേ ഇവിടെ ഉള്ളത്. അവിടെ എന്ന് പറഞ്ഞാൽ പേരൻസിനെ നോക്കേണ്ട ആവശ്യമില്ല. 18 വയസ്സ് കഴിയുമ്പോൾ കുട്ടികൾക്ക് മാറി താമസിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പേരൻസിനെ അവർ പ്രായമാകുമ്പോൾ നേഴ്സിംഗ് കെയർ ഹോമിലേക്ക് കൊണ്ടുപോകും. അവിടെ ഗവൺമെൻറ് സംരക്ഷിക്കും. പക്ഷെ നമ്മുടെ ഇവിടെ അത്രത്തോളം ഒന്നും ഇല്ല. ഇവിടെ കുട്ടികൾ നോക്കേണ്ട അവസ്ഥയാണുള്ളത്. അഥവാ ഇപ്പോഴത്തെ കാലത്ത് ഇനിയുള്ള കാലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്ന ആൾക്കാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പുരുഷന്മാർ അവരുടെ ഭാര്യ ഭർത്താവുമായി ജീവിക്കുന്നിടത്തോളം കാലം അവരൊരിക്കലും ഈ സെക്സ് ടോയ്സിനെ ഒന്നും പുറകെ പോകാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സംതൃപ്തിയുള്ള അത് മതി. നിങ്ങൾ അതിൽ സംതൃപ്തി അടയുക. കൂടുതൽ പോയി കഴിഞ്ഞാൽ അതും പ്രശ്നത്തിൽ കൊണ്ട് കലാശിക്കത്തേ ഉള്ളൂ നാളെ. അതുകൊണ്ട് നമുക്ക് ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ട് അവർക്ക് വേണ്ടതെന്നറിയാമോ? അവർക്ക് കെയർ, സംരക്ഷണം. അല്ലാതെ അവരാരും ഈ സെക്സ് എന്നും പറഞ്ഞ് അഡിക്റ്റായി ജീവിക്കുന്ന ആൾക്കാരല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. 90% സ്ത്രീകളും ആഗ്രഹിക്കുന്നത് പുരുഷന്മാരുടെ തലോടലും സ്നേഹവും അവരുടെ സംരക്ഷണവും മാത്രമെന്ന് മനസ്സിലാക്കുക. അതായത് സെക്സ് മാത്രമല്ല ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കുക.